വെൽക്കം ബാക്ക് ടു ഷാനൂസ് വയനാട്. 2 ഗ്ലാസ് പച്ചരി ഉണ്ടെങ്കിൽ രാവിലെ 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. തലേ ദിവസം രാത്രി നമ്മളിതൊന്ന് കുതിർക്കാൻ വെക്കുക. പിറ്റേ ദിവസം രാവിലെ അരച്ചെടുത്ത പാട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അപ്പമാണ്. ചോറോ തേങ്ങയോ ഒന്നും തന്നെ നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല, അല്ലാണ്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് പച്ചരി ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകിയെടുത്തിട്ട് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് എന്നിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഈ ഒരു കട്ടിക്ക് ഒട്ടും തരി കൂടാണ്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മാവൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ നീർദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓയിൽ ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അതുപോലെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല ചൂടുള്ള വെള്ളമാണ്. ഇത് മാവ് ഇത്തിരി കട്ടിയാണല്ലോ, അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച പാട് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്തൊരു നുള്ള അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടു പോയതാണ്. ഇനി നമ്മൾ സാധാരണ വെള്ളപ്പൊക്കെ ചുടുന്ന ആ ഒരു പാനിലേക്ക് ഓരോ തവി മാവ് ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നല്ല ഹോൾസൊക്കെ വന്നിട്ട് ഇതാ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് അങ്ങോട്ട് മൂടി വയ്ക്കുക. 2-3 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഈ ഒരു അപ്പം നന്നായിട്ട് റെഡിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ചോറോ തേങ്ങയോ ഒന്നും തന്നെ ചേർക്കാതെ വെറും പച്ചരി മാത്രം വെച്ചിട്ട് 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു അപ്പമാണ് കേട്ടോ. നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മളിത് മറിച്ചിട്ടൊന്നും വേവിക്കേണ്ട, അല്ലാതെ തന്നെ നന്നായിട്ട് ഇത് ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ. ഉള്ളിലൊക്കെ നല്ല ആരെടുത്ത പോലെ നല്ല റെഡിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്.